വോയിസ് ഓഫ് മണ്ണാർക്കാട് വാർഷിക റിപ്പോർട്ട് 2016-2017. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാറ്റം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഏതാണ്ട് പ്രതികൂല പരിവേഷമുണ്ടായിരുന്ന നവമാധ്യമങ്ങൾ പക്ഷേ ഇന്ന് സർവാത്മന സ്വാഗതം ചെയ്യപ്പെടുകയാണ്. വാർത്താ മാധ്യമ വിവരവിനിമയ സംവിധാനത്തിന്റെ നിയന്ത്രണം തന്നെ ഇന്ന് ഇവയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. നവമാധ്യമ പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അശരണർക്ക് സഹായമെത്തിക്കുകയും കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊടുത്ത് നിയമാനുസൃതം രജിസ്റ്റർ ചെയ്യപ്പെട്ടു പ്രവർത്തിക്കുന്ന മണ്ണാർക്കാട്ടെ ആദ്യ സോഷ്യൽ മീഡിയ സംഘടനയാണ് വോയിസ് ഓഫ് മണ്ണാർക്കാട്. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള നിരവധി ആളുകൾ ജാതിമത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കതീതമായി നാടിന്റെ നന്മയ്ക്ക് നേരിന്റെ ശബ്ദം എന്ന മുദ്രാവാക്യവുമായി സ്വാർത്ഥ താൽപര്യങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് വോയിസ് ഓഫ് മണ്ണാർക്കാടിനെ മറ്റു സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പെരുമ്പാവൂരിൽ ജിഷ എന്ന പെൺകുട്ടിക്ക് നേരെയുണ്ടായ കൊടും ക്രൂരതയ്ക്കെതിരെ 2016 മെയ് 4 ശ്രീ KPS പയ്യനടത്തിന്റെ നേതൃത്വത്തിൽ പരസ്യമായ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു വോയിസ് ഓഫ് മണ്ണാർക്കാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ആദ്യ ചുവടുവെച്ചത്. കേരളമാകെ രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ ആ പ്രതിഷേധത്തിൽ അമർന്നപ്പോൾ നമ്മുടെ നഗരത്തിൽ ഒരു പ്രതിഷേധ യോഗം വിളിച്ചുകൂട്ടുന്നതിന് വോയിസ് ഓഫ് മണ്ണാർക്കാടിന് മാത്രമാണ് കഴിഞ്ഞത്. നവമാധ്യമ ഇടപെടലുകളിലൂടെയുള്ള മണ്ണാർക്കാട്ടെ ആദ്യ സംഗമത്തിന്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു അത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. വോയിസ് ഓഫ് മണ്ണാർക്കാട് എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്ന സമയത്തു തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിൽ മുഖ്യസ്ഥാനം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചിരുന്നു. സഹജീവികളോടുള്ള കാരുണ്യം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പൊതുസേവനവും പൂർണ്ണമാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായെടുത്ത തീരുമാനമായിരുന്നു അത്. നാളിതുവരെയുള്ള വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പ്രവർത്തനങ്ങളിൽ സർവശക്തന്റെ അനുഗ്രഹത്താൽ സുമനസ്സുകളുടെ സഹായത്തോടെ ഇക്കാര്യം അക്ഷരം പ്രതി പാലിക്കാൻ കഴിഞ്ഞുവെന്നതിൽ ഞങ്ങൾക്ക് തികഞ്ഞ ചരിതാർത്ഥ്യമുണ്ട്. പഠന, ചികിത്സ, വിവാഹ, ധനസഹായ അഭ്യർത്ഥനകളിലായി ചെറുതും വലുതുമായി മൊത്തം 6 ലക്ഷത്തോളം രൂപ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2016 മെയ് 13 ഒരു നിർധനയായ ബിരുദ വിദ്യാർത്ഥിനിക്കുള്ള പഠന സഹായം 24 മണിക്കൂറിനുള്ളിൽ സ്വരൂപിച്ച് നൽകിക്കൊണ്ടാണ് ജീവകാരുണ്യ രംഗത്തേക്ക് ഈ കൂട്ടായ്മ ആദ്യ കാൽവെപ്പ് നടത്തിയത്. വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ മുമ്പിലെത്തിയ വലിയ ചികിത്സാ ധനസഹായ അഭ്യർത്ഥനകളിൽ ഒന്നായിരുന്നു മെഹബൂബ് എന്ന 7 വയസ്സുകാരൻ കൊച്ചുമിടികന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കാവശ്യമായ ധനസ്വരൂപണം. ഇത് ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ കമ്മാപ്പ ഡോക്ടർ ഈ വിഷയത്തിൽ വോയിസ് ഓഫ് മണ്ണാർക്കാട് മുൻകൈയെടുക്കുകയാണെങ്കിൽ ആദ്യ സംഭാവന നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ വിശ്വാസവും വലിയ ഊർജവുമാണ് സമ്മാനിച്ചത്. അദ്ദേഹം നൽകിയ ഈ ഊർജവും വിദേശത്തു നിന്നുവരെയുള്ള അകമഴിഞ്ഞ സഹായവും പ്രോത്സാഹനവും തന്നെയാണ് മെഹബൂബ് ഫണ്ട് പോലെ കുഞ്ഞനുജത്തി റിസ്വാന തസ്നീം ചികിത്സാ സഹായ നിധിയും മറ്റും ചെറുതും വലുതുമായ ഒട്ടേറെ ജീവകാരുണ്യ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ രീതിയിൽ വൻ വിജയമാക്കാൻ കാരണമായത്. ആദരവ്. 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവും ഒരു കുടുംബത്തിന്റെ അത്താണിയുമായ ശ്രീ മുജീബിന് തുടർന്നു ജീവൻ നിലനിർത്തുന്നതിന് മറ്റൊരാളുടെ വൃക്ക ആവശ്യമായ ഘട്ടത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ വൃക്ക സമ്മാനിച്ച് മഹാമനസ്കത കാണിച്ച ഫാദർ സൈമൺ പീറ്ററിനെ അദ്ദേഹത്തിന്റെ പള്ളിമേടയിൽ വെച്ച് 13/6/2016 വോയിസ് ഓഫ് മണ്ണാർക്കാട് ആദരിച്ചത് പൊതുസമൂഹത്തോടുള്ള ഈ ഗ്രൂപ്പിന്റെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന നിയമവ്യവസ്ഥിതിക്കെതിരെയും ആസാം റൈഫിൾസിന്റെ അതിക്രമത്തിനെതിരെയും 500 ആഴ്ചയിൽ കൂടുതൽ ഭക്ഷണമോ ജലപാനമോ ഇല്ലാതെ ലോകത്തെ ഏറ്റവും വലിയ നിരാഹാര സമരം നടത്തിയ ഇറോം ശർമിള കേരളത്തിന്റെ അതിഥിയായി അട്ടപ്പാടിയിലെ ശാന്തി ആശ്രമത്തിൽ എത്തിയപ്പോൾ മനുഷ്യാവകാശ പോരാട്ടത്തിനു മാത്രമായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഇറോമിനെ പ്രസ്തുത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് ആദരിക്കുക എന്നത് ഔപചാരികതകൾക്കപ്പുറമുള്ള ഒരു കടമയായി വോയിസ് ഓഫ് മണ്ണാർക്കാട് കരുതി. 19/3/2017
15 പേരടങ്ങുന്ന സംഘം അട്ടപ്പാടിയിൽ അവരെ സന്ദർശിച്ച് വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ ആദരവുകൾ അർപ്പിക്കുകയുണ്ടായി. ജനകീയ പ്രശ്നങ്ങളിലെ വോയിസ് ഓഫ് മണ്ണാർക്കാട് സാന്നിധ്യം. മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെല്ലിപ്പുഴയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാലിന്യം ഒഴുക്കിവിടുന്നവർക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ അധികാരികളെ വോയിസ് ഓഫ് മണ്ണാർക്കാട് പലവരും സമീപിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കായി നഗരസഭാതല കർമ്മസമിതി രൂപീകരിക്കപ്പെടുകയും സമിതി യോഗങ്ങളിലേക്ക് വോയിസ് ഓഫ് മണ്ണാർക്കാടിനെ ക്ഷണിക്കപ്പെടുകയും നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടുകയും ചെയ്തു. ആരോഗ്യരംഗത്തെ അധികാരികളുമായി ഇക്കാര്യം പലവട്ടം ചർച്ച ചെയ്തിട്ടും വിവരാവകാശം ഉൾപ്പെടെയുള്ള വിവിധ നടപടികളിലൂടെയും ഇക്കാര്യത്തിൽ പോരാട്ടം വോയിസ് ഓഫ് മണ്ണാർക്കാട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ജീവഹാനികൾക്ക് ഇടവരുത്തിയും ജീവനും സ്വത്തിനും ഭീഷണിയായും കാട്ടാനകളുടെ ശല്യം മൂലം പ്രതിസന്ധി നേരിടുന്ന മണ്ണാർക്കാട്ടെ മലയോരവാസികളുടെ ദുരിതം അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കുവാനും വോയിസ് ഓഫ് മണ്ണാർക്കാടിന് കഴിഞ്ഞത് ഒരഭിമാനമായി കരുതുന്നു. എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് കൈതച്ചിറ, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി എന്നിവരുടെ സഹകരണത്തോടെ വോയിസ് ഓഫ് മണ്ണാർക്കാട് ഭാരവാഹികൾ CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രന് നേരിട്ട് പരാതി സമർപ്പിക്കുന്നതിനും അതിവേഗ നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്തുവാനും മന്ത്രിതലത്തിൽ മേൽപ്രശ്നത്തിന് പരിഹാരമായി പ്രസ്തുത പ്രദേശത്ത് 1.35 കോടി രൂപയുടെ വൈദ്യുത വേലി സ്ഥാപിക്കുന്നതിന് സർക്കാരിന്റെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തത് വലിയ നേട്ടമായി കരുതുന്നു. ഡോർ തുറന്നിട്ട് സർവീസ് നടത്തുന്നതും വിദ്യാർത്ഥികളോട് ശത്രുത സമീപനം പുലർത്തുന്നതുമായ പ്രൈവറ്റ് ബസ്സുകൾക്കെതിരെയും ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെയും RTO അധികാരികൾക്ക് മുമ്പാകെ പരാതി സമർപ്പിച്ച് അടിയന്തര നടപടികൾക്ക് സ്വാധീനം ചെലുത്തുവാനും നമുക്കായിട്ടുണ്ട്. മണ്ണാർക്കാടിന്റെ പ്രവേശന കവാടമായ നെല്ലിപ്പുഴ പാലം നാടിന്റെ അഭ്യുദയകാംക്ഷികളെ വൈകാരികമായി സ്പർശിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. കുറച്ചു കാലങ്ങളായി നെല്ലിപ്പുഴ പഴയ പാലം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി കൈമാറ്റത്തിന്റെയും താവളമായി മാറിയിരുന്ന വേദനിപ്പിക്കുന്ന കാഴ്ച നാം കണ്ടിരുന്നു. ഇതിനെതിരെ ഒരു ചെറിയ പ്രതികരണമെങ്കിലും ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 29/10/2016 നെല്ലിപ്പുഴ പാലം ശുചീകരണം എന്ന ബൃഹത് പരിപാടി വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ നേതൃത്വത്തിൽ നടന്നത്. ബഹുജന പങ്കാളിത്തത്തോടെ സമൂഹത്തിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ അൻവർ MP ഡിസൈൻ ചെയ്ത നവീകരണ പാലത്തിന്റെയും തടയണയുടെയും 3D ഡിസൈൻ ഉൾപ്പെട്ട പ്രൊജക്ട് ബഹുമാന്യനായ MLAക്ക് സമർപ്പിച്ചു. ഫെയ്ത്ത് ഇന്ത്യ, MET, DHSS തുടങ്ങി സ്കൂളുകളിലെ വിദ്യാർത്ഥികളും സമീപ ആരാധനാലയങ്ങളിലെ വിശ്വാസികളും ഓട്ടോ തൊഴിലാളികളും സമീപവാസികളും ഈ ശുചീകരണ യജ്ഞത്തിൽ ചെറുതല്ലാത്ത പങ്കുവഹിച്ചത് ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അടിയന്തര ശ്രദ്ധ വേണ്ടിവരുന്ന വിവിധ സാമൂഹ്യ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾക്കായി വോയിസ് ഓഫ് മണ്ണാർക്കാട് ഇന്നും സദാ ജാഗരൂകരാണ്. കലാസാംസ്കാരികം. സാമൂഹ്യ പ്രശ്നങ്ങളിലും ജീവകാരുണ്യ പ്രശ്നങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കലാസാഹിത്യ രംഗത്തും വോയിസ് ഓഫ് മണ്ണാർക്കാട് സജീവ സാന്നിധ്യമാണ്. നവമാധ്യമങ്ങളുടെ മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ച് വോയിസ് ഓഫ് മണ്ണാർക്കാട് സമൂഹത്തിന് ഗുണപരമായി വേദികൾ ഒരുക്കി വരുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വോയിസ് ഓഫ് മണ്ണാർക്കാട് നടത്തിയ ഓൺലൈൻ സ്വാതന്ത്ര്യദിന അനുഭവരചനാ മത്സരം നടത്തുകയുണ്ടായി. രണ്ടാമത് ഓൺലൈൻ സാഹിത്യരചനാ മത്സരമായി സംഘടിപ്പിക്കപ്പെട്ട പ്രണയാക്ഷരം 2017 അത്ഭുതപൂർവമായ പങ്കാളിത്തമാണ് ഉണ്ടായത്. വിദേശത്തു നിന്നും കൂടാതെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും വരെ മത്സര എൻട്രികൾ ലഭിക്കുകയുണ്ടായി. വിവിധ വിഷയങ്ങളിൽ ഓൺലൈൻ പാഠശാല ക്ലാസുകൾ, ഓൺലൈൻ ചർച്ചകൾ, ഇടവിട്ട ആഴ്ചകളിലെ ഓൺലൈൻ സർഗവേദികൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് വോയിസ് ഓഫ് മണ്ണാർക്കാട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വേദിയാവുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കു വേണ്ടി നടത്തപ്പെടുന്ന ഫെയ്ത്ത് ഇന്ത്യ എന്ന വിദ്യാലയവുമായി വോയിസ് ഓഫ് മണ്ണാർക്കാടിനുള്ള ആത്മബന്ധത്തിന് വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ഫെയ്ത്ത് ഇന്ത്യ സംഘടിപ്പിക്കുന്ന പ്രധാന ചടങ്ങുകളിലെല്ലാം സ്നേഹസാന്നിധ്യമായി വോയിസ് ഓഫ് മണ്ണാർക്കാട് പ്രതിനിധീകരിക്കപ്പെടാറുണ്ട്. ഏറ്റവും ഒടുവിൽ വർണ്ണാഭമായ ക്രിസ്മസ് പുതുവത്സരാഘോഷ ചടങ്ങിൽ വരെ ഗ്രൂപ്പ് അംഗവും നെല്ലിപ്പുഴ പള്ളി വികാരിയുമായ ഫാദർ സ്റ്റീജന്റെ നേതൃത്വത്തിൽ നമുക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു. ഗാന്ധി ജയന്തി ദിനത്തിൽ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ വെച്ച് ഒപ്പം 2016 എന്ന പേരിൽ ശ്രീ സുധാകരൻ മണ്ണാർക്കാടിന്റെ ഗാന്ധി സ്മൃതിയോടെ ആരംഭിച്ച എക്സിക്യൂട്ടീവ് ക്യാമ്പ് വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പ്രവർത്തന പാതയിലെ ഒരു വഴിത്തിരിവായിരുന്നു. 21/9/2016
വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പ്രഥമ ഓണം പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മോട്ടിവേഷൻ ക്ലാസ് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. വോയിസ് ഓഫ് മണ്ണാർക്കാട് രക്ഷാധികാരി ഡോക്ടർ KA കമ്മാപ്പ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ശ്രീ സുഹൈൽ പ്രസംഗകലയെക്കുറിച്ച് എടുത്ത ക്ലാസ് പ്രതിനിധികൾക്ക് ഏറെ ഫലപ്രദമായി. ജാതിമത ഭേദമന്യേ ദേശവാസികൾ ഭക്തിയും വിനോദവും വാണിഭവും പരിചയപ്പെടുത്തലുമൊക്കെയായി ജനസാഗരമായി മാറുമ്പോൾ അവിടെ ഒരു ബോധവൽക്കരണ പ്രവർത്തനത്തിനുകൂടി വേദിയാകുക എന്നതായിരുന്നു വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായ രണ്ട് വിഷയങ്ങൾ: ലഹരിക്ക് അടിമപ്പെടുന്ന തലമുറ, കഠിനമായ ജലക്ഷാമം. ഇത് രണ്ടും പുത്തൻ തലമുറയുടെ മുമ്പിൽ വിരസമാവാതെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്ന ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പൂരപ്പൊലിമ 2017 ബോധവൽക്കരണ സ്റ്റാൾ. ശ്രീ പുരുഷോത്തമന്റെ നേതൃത്വത്തിലുള്ള പൂരാഘോഷ കമ്മിറ്റിയുടെ സർവ്വ പിന്തുണ കൂടി ലഭ്യമായതോടെ ലഹരിക്കെതിരെയും ജലസംരക്ഷണത്തിനു വേണ്ടിയുമുള്ള പോസ്റ്റർ പ്രദർശനം, ചെറിയ കുട്ടികൾക്ക് വേണ്ടി ചിത്രരചന മത്സരം, ലഹരി വിരുദ്ധ ഒപ്പുശേഖരണം, എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് വിമുക്തി സ്റ്റിക്കർ വിതരണം, അടിക്കുറിപ്പ് മത്സരം, ഒപ്പം രസകരമായ പൂരക്യൂസ് മത്സരവും ജനസഹസ്രങ്ങൾക്ക് മുമ്പിൽ ഫലപ്രദമായി അവതരിപ്പിക്കാൻ വോയിസ് ഓഫ് മണ്ണാർക്കാടിന് കഴിഞ്ഞു. മണ്ണാർക്കാടും പരിസര പ്രദേശത്തുമുള്ള അസംഘടിതരായ കലാകാരന്മാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പരിപോഷിപ്പിക്കുവാനുമായി വോയിസ് ഓഫ് മണ്ണാർക്കാട് സർഗം 2017 എന്ന പേരിൽ 29/1/2017 വേദിയൊരുക്കി. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ അപ്പുക്കുട്ടൻ സുരലയ നിർവഹിച്ചു. ശ്രീ KPS പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തി. കലാപരിപാടികളുടെ ഉദ്ഘാടനം അന്ധകലാകാരനായ ശ്രീ O അബ്ദുൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അവതരിപ്പിക്കപ്പെട്ട കലാപരിപാടികൾ കേരളത്തിലെ ഏതൊരു കലാകാരന്മാരോടും കിടപിടിക്കാൻ കഴിയുന്ന കഴിവുകളാൽ സമ്പന്നമാണ് നമ്മുടെ നാട് എന്ന് വിളിച്ചോതുന്ന മനോഹരമായ ഒരു പരിപാടിയായി മാറി സർഗം 2017. കായികം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് നടത്തിയ ഓൾ കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കെടുത്ത് കേരളത്തിലെ തന്നെ പ്രബലരായ ടീമുകളോട് മാറ്റുരച്ച് ടൂർണമെന്റിന്റെ റണ്ണറപ്പ് നേട്ടം കരസ്ഥമാക്കിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന നേട്ടമാണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ 2017 മാർച്ച് മാസത്തിൽ ജിദ്ദ മുഹമ്മദിയ FC സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ HD ഖാലിദിയ എന്ന ടീമിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രവാസ ലോകത്തും വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. വിദേശത്ത് നടക്കുന്ന കായിക മത്സരത്തിൽ തങ്ങളുടെ കൂട്ടായ്മയുടെ പേരിൽ ഒരു ടീമിനെ അണിനിരത്താൻ കഴിഞ്ഞു എന്നത് വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ നാളിതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണയർപ്പിച്ച പ്രവാസി അംഗങ്ങൾക്കുള്ള വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ ആദരവ് കൂടിയാണ്. നന്ദി. മേൽ സൂചിപ്പിക്കപ്പെട്ടതിനു പുറമെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ചെയ്ത വളരെയധികം പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്തുവാൻ ഇനിയും വോയിസ് ഓഫ് മണ്ണാർക്കാടിന് ബാക്കിയുണ്ടെങ്കിലും സമയത്തിന്റെ അപര്യാപ്തത മൂലം അതിന് മുതിരുന്നില്ല. എന്നിരിക്കലും ഇതുവരെയുള്ള പ്രവർത്തന പാന്താവിൽ മാർഗദർശികളായവർക്കും അനുഗ്രഹം നൽകിയവർക്കും അകമഴിഞ്ഞ് സഹായം ചെയ്തവർക്കും സഹകരിച്ചവർക്കും വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ മുഴുവൻ ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് ടീമിന്റെയും എല്ലാ അംഗങ്ങളുടെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നെഞ്ചകവും മസ്തിഷ്കവും വിരൽത്തുമ്പും വെറും പദാർത്ഥങ്ങളല്ല, അതിനപ്പുറം അവ നേരിലേക്കും നന്മയിലേക്കും സഞ്ചരിക്കുന്ന നയിക്കുന്ന വിപ്ലവ സംഹിതകളാണ്. മനുഷ്യത്വവും മനസാക്ഷിയും നീതിബോധത്തിന്റെ അടിത്തറകളാണ്. അതില്ലാതാവുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, ഈ നാടും ജീർണതയിലേക്ക് കൂപ്പുകുത്തും. അത്തരം ജീർണതകളെ തൂത്തറിയുകയാണ് വോയിസ് ഓഫ് മണ്ണാർക്കാട് എന്ന സൗഹൃദ കൂട്ടായ്മ. മഴവില്ല് പ്രകൃതിയുടെ സംഗമമാണ്. നേരും നന്മയും മനോഹരങ്ങളാണ്. നാടിന്റെ നന്മയ്ക്ക് നേരിന്റെ ശബ്ദവുമായി ചരിത്രം കുറിക്കുകയാണ് വോയിസ് ഓഫ് മണ്ണാർക്കാട്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന നിയോഗവും ദൗത്യവുമാണ് സൗഹൃദത്തിലൂടെ മഴവില്ലായി ഇവിടെ വിരിയുന്നത്. വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ വാർഷിക സംഗമമായ മഴവില്ല് 2017 ഏവർക്കും സ്വാഗതം.